കൊള്ളാം. എന്നിട്ട് എന്നിട്ടെന്താ എന്നെ അവിടെ ഇറക്കിയിട്ടു. പിന്നെ 7 അയലൊക്കെ തന്നെ കേട്ടിട്ടില്ല. ഇതിനകത്തുണ്ടായിരുന്നോ? ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അത് ശരി. ആരെയും കാണാത്തപ്പോ ഓർത്ത് ആരും ഇല്ലെന്ന്. എടാ ഒന്നുമില്ല, നമ്മുടെ ആ മോളിത്തെ റൂം റെന്റിന് കൊടുക്കുന്നായിരുന്നു, നീ പറഞ്ഞില്ലായിരുന്നു? അത് പോയോ? അത് ഒഴിഞ്ഞു കിടക്കുവാ. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി ഉണ്ട്. ഒരു പെൺകുട്ടി അമ്മയാണ്. ഈ ആദ്യത്തെ 3 മാസം പെൺകുട്ടി തന്നെ കാണുള്ളൂ. പക്ഷെ അത് കഴിയുമ്പോൾ അമ്മയോട് വരും. നിനക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുഴപ്പമൊന്നുമില്ല, നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ നമ്പറും ബാക്കി ഡീറ്റെയിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. നീ സമയം കിട്ടുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. ഓ ശരി. നല്ല ടീം, എനിക്ക് അറിയാവുന്ന ആൾക്കാരാ. കേട്ടോ, കഴിയായിരുന്നോ? കഴിച്ചു. ഞാൻ പോയിട്ട് പിന്നെ ഇറങ്ങാം. എന്നിട്ട് മുകളിലത്തെ റൂം റെന്റിന് കൊടുക്കാൻ പോവാണോ? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അവനെ കണ്ടപ്പോൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. ആ റൂം റെന്റിന് കൊടുക്കാൻ പോകുമ്പോ ഞാൻ അറിയണ്ടേ? ഞാൻ കൂടെ അല്ലേ വീട്ടിൽ നിൽക്കുന്നേ? ഞാൻ ആലോചിച്ചപ്പോൾ നിനക്കിപ്പോൾ ജോലി ഇല്ലാണ്ട് നിൽക്കുകയല്ലേ. മേളിലൊരാൾ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊരു സഹായമാവും. പിന്നെ നിനക്കൊരു കമ്പനി ആവൂലേ. എനിക്കിപ്പോ ജോലി ഇല്ലാത്താണോ നിന്റെ പ്രശ്നം? ഞാൻ ജോലി വാങ്ങിയ നീ ആ റൂം റെന്റിന് കൊടുക്കാതിരിക്കോ? ഇപ്പൊ റെന്റിന് കൊടുക്കുന്നതാണോ പ്രശ്നം? അല്ല, എന്റെ അടുത്ത് പറയാതിരുന്നത്. എടി, ഞാൻ ഇന്റൻഷനലി പറയുന്നതൊന്നുമല്ല. നീ ഇതിന്റെ പേര് വഴക്കൊന്നുണ്ടാവും. നിനക്ക് എപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ കുറെ മോഡൽ ന്യായങ്ങള്. എനിക്കതൊന്നും കേൾക്കണ്ട. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വഴക്കിന് സോറി. ഞാൻ സാന്ദ്ര, സ്റ്റീഫൻ പറഞ്ഞു വരിക. ഈ മോളിലെ സ്പേസ് റെന്റിന് എടുത്തിരിക്കും ഞാനാ. കീ ഇവിടെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. കീ തരുമോ? ഹലോ, കീ. താങ്ക് യു. നീ ഇവക്കാണ് റൂം റെന്റിന് കൊടുത്തേ? ഇവളെ കുറിച്ചിട്ട് അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നേ. ഇവൾ എന്നെ കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരോട്. ഷീസ് എ സ്റ്റോക്കർ. സോറി, ഞാൻ നോക്ക് ചെയ്തു, പക്ഷെ ആരും വന്നില്ല. കുറച്ച് വെള്ളം തരുമോ? നീ എന്തൊക്കെയാ വർഷമായി പറയുന്നത്? ആ കൊച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്നത് എന്നെ കഴിഞ്ഞ ദിവസം കൊണ്ടാണ്. അവൾ എങ്ങനെയാണ് ഒരാഴ്ചയായിട്ട് നിന്റെ പുറകെ നടക്കുന്നത്? അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറയുന്ന കള്ളമാണെന്നോ? നീ പറയുന്ന കള്ളമാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിനക്ക് തോന്നിയതായിക്കൂടെ. എടാ, ഞാൻ എന്താ മണ്ടിയാണോ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൾ എന്നെ പുറകെ നടക്കും. എനിക്കെന്താ അവളെ മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊന്നും പറഞ്ഞ വിശ്വാസമല്ലല്ലോ. അല്ല, അവള് ബാംഗ്ലൂരിലായിരുന്നു കഴിഞ്ഞ ദിവസം ഷിഫ്റ്റ് ചെയ്തെന്നൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എൻ്റെ പൊന്നെ, എനിക്കെങ്ങും അറിഞ്ഞുകൂടാ. സ്റ്റീഫനാണ് എന്നോട് പറഞ്ഞത്. സ്റ്റീഫൻ പറഞ്ഞുള്ള അറിവേ എനിക്കും ഉള്ളൂ. എനിക്കെന്തായാലും ഇതിനൊരു സൊല്യൂഷൻ വേണം. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റില്ല. ശരി, ഒരാഴ്ച നമുക്ക് നോക്കാം. അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ആണോ? എടാ, നീ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. എടാ, അങ്ങനെയല്ല, എനിക്ക് അവളെ ഇവിടെ ഉള്ളത് പറ്റില്ല. എങ്ങനെയെങ്കിലും അവളോട് ഒഴിവാക്കിക്കോളാം. കാര്യം ഞാൻ പറയുന്നത് നീ എന്ത് തേങ്ങയാണ് ചോദിക്കാം. എടാ, ഞാൻ പറഞ്ഞൊന്ന് കേക്കടാ. നീ എന്തെങ്കിലും ചെയ്തു.
നിങ്ങൾക്ക് എവിടെയാ? ലെഫ്റ്റ് പോയാൽ മതി. താങ്ക് യു. കാലം വാങ്ങിച്ചോ. കോഫി. അമ്മയ്ക്ക് തമിഴിന്ന് കാണണം എന്ന് പറഞ്ഞു. അറിയില്ല. നാളെ പോ. ഹലോ ഹലോ, റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. നീ എന്തിനാ എൻ്റെ ഫോൺ എടുക്കുന്നേ? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യരുതെന്ന്. പ്രൈവസിയെ കുറച്ച് റെസ്പെക്ട് ചെയ്യുക. പക്ഷേ ഓഫീസിൽ നിന്ന് ഓരോരുത്തന്മാരെ വിളിച്ചോളൂ. ലീവാണെങ്കിലും സ്വസ്ഥ തരത്തിൽ. നാളെ വൈകിട്ട് പോവാം. പരിപാടിയൊന്നുമില്ലല്ലോ. എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. നീ എന്നോട് എന്താ പറഞ്ഞു? ഞാൻ വന്ന് ഒരാഴ്ചയുടെ ഉള്ളിൽ അവളോടത്ത് പറഞ്ഞു വിടാന്നല്ലേ? ഇതിപ്പോ എത്ര ദിവസമായി? നീ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? എനിക്ക് കുറച്ച് സമയം കൊടുത്താ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഇത് തന്നെയാണ് നീ കഴിഞ്ഞ 6 മാസമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഇത് അവൾക്ക് കൊടുത്തേ പറ്റും. നമ്മുടെ ഇടയിൽ അവൾ വേണ്ട. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും നീ ചെയ്തേ പറ്റും. ാടോ എനിക്കെന്ത് പറ്റി? എന്ത് പറ്റി? സുഖമില്ലേ? എന്ത് പറ്റി? ഞാൻ ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്.